മനുഷ്യന്മാർ എന്തിനാണ് ലൈഫിൽ റിസ്ക് എടുക്കുന്നത്? അതിന് മെയിനായിട്ട് നമ്മുടെ ബ്രെയിനിൽ ഒരു കാര്യമുണ്ട്, റിസ്ക് റിവാർഡ് സിസ്റ്റം എന്ന് പറയും. ഡോപ്പമിൻ. നമ്മളൊരു പ്രവൃത്തി ചെയ്തു, ആ പ്രവൃത്തി നമ്മുടെ ആവശ്യം പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ നടന്നെങ്കിൽ നമുക്ക് ഈ ഡോപ്പമിൻ റിലീസ് ആയിക്കൊണ്ടിരിക്കും. അത് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സന്തോഷിക്കൊണ്ടിരിക്കും. ഇതേ സാധനം നമ്മൾ റിസ്ക് എടുത്തിട്ടൊരു കാര്യം ചെയ്തിട്ട് റിവാർഡ് കിട്ടിയെന്ന് വിചാരിക്കും. ഈ ഇറങ്ങുന്ന ഡോപ്പമിൻ്റെ റിലീസ് ചെയ്യുന്ന ഡോപ്പമിൻ്റെ ഹാപ്പി ഹോർമോൺസ് ഇല്ലേ, അത് ഒരുപാട് കൂടുതലായിരിക്കും, നോർമലിനെക്കാട്ടും ഭയങ്കര കൂടുതലായിരിക്കും. ഇതേ സാധനം നമ്മൾ എങ്ങനെ മാരേജിൽ കണക്ട് ചെയ്യും? അപ്പോൾ മാരേജിൽ എന്താണ് റിസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാരേജിൽ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ഉണ്ട്. അതായത് നമ്മൾ വിചാരിക്കും നമ്മുടെ മാരേജിന് ടൈമായി കഴിയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂട്ടുകാരനായിരിക്കണം. നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും നമുക്ക് ഫിനാൻഷ്യൽ പ്രശ്നമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും സപ്പോർട്ടും സ്റ്റെബിലിറ്റി ഉള്ള ഒരാളായിരിക്കണം എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അത് കിട്ടാതെ പോവാം. അതാണ് അവിടുത്തെ കാൽക്കുലേറ്റർ റിസ്ക്. എന്നിട്ട് ഇപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കും. ആ റിസ്ക് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ആ പാർട്ട്ണറെ കിട്ടി, നമുക്ക് ഡെയിലി ഡോപ്പമിൻ റിലീസ് ആയിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ മീറ്റ് ചെയ്ത എക്സ്പെക്റ്റേഷനിൽ ഒരു 50 to 60% മീറ്റ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പാർട്ട്ണർ കൂടുതൽ സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കും.